വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരിക്. ഞാൻ നിങ്ങളെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, മക്കളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഫ്രാക്ഷൻസ് എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരിക്കും. സോ ഇന്നലെ നമ്മൾ ഇതിന്റെ ഒരു അടിപൊളി ലൈവ് തന്നെ പോയിട്ടുണ്ട്. 4 ചാപ്റ്ററും കൂടെ ഒരൊറ്റ ലൈവില് നമ്മൾ എന്താക്കിയിട്ടുണ്ട്, സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ആരെങ്കിലും നിങ്ങളെ ലൈവ് മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് നമ്മളെ ലൈവിലുള്ള എല്ലാ ചാപ്റ്റേഴ്സും കാണുക. അതുപോലെ തന്നെ ഇന്നും നമുക്ക് എന്തുണ്ട്, കൃത്യമായിട്ട് ഈ 4 ചാപ്റ്റർ തന്നെ ഒരൊറ്റ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതും മിസ് ചെയ്യാതെ തന്നെ എന്ത് ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ അറിയിച്ചിട്ട് കാണാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഫ്രാക്ഷൻസിലെ കുറെ പേര് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ് ഇക്വാലന്റ് ഫ്രാക്ഷൻ എന്താണ് എന്നുള്ളത്. സോ ഇതിലുള്ള ക്വസ്റ്റ്യൻസിന്റെ അകത്ത് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ നോക്കട്ടെ, ഇതിന്റെ അകത്തുള്ള ക്വസ്റ്റ്യൻസ് നോക്കുക. ആർ 3/6, 4/8 ആൻഡ് 5/10 ഇക്വാലന്റ് ഫ്രാക്ഷൻ ആണോ എന്നല്ലേ? ഇക്വാലന്റ് വൈ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചതിന്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതില് ഫസ്റ്റ് ഫ്രാക്ഷൻ 3/6 ആണ്, അടുത്തത് 4/8, അടുത്തത് എത്രയാണ്, 5/10. സോ ഇതിന് കോമൺ ആയിട്ട് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിക്കേ. ഇതിനൊന്ന് നേരെ ഒന്ന് ചെറുതാക്കി നോക്കുക, നേരെ പകുതിയാക്കി നോക്കുക, ഹാഫ് ആക്കി നോക്കിക്കേ. ഇനി നേരെ ചെറുതാക്കി നമുക്ക് എന്ത് കിട്ടും, 1/2 എന്ന് കിട്ടും. അതുപോലെ അടുത്തതിന് നേരെ ചെറുതാക്കി നോക്കിക്കേ, എന്ത് കിട്ടും, 2/4. 2/4 വീണ്ടും ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും എന്ത് കിട്ടും, 1/2 എന്ന് കിട്ടും. കിട്ടില്ലേ? ഇല്ലെങ്കിൽ എന്റെ കുട്ടികൾ ആലോചിച്ച് നോക്കുക, 6ൽ 3 എത്ര ടൈംസ് പോകും, 2 ടൈംസ് പോകും. അപ്പൊ അതിനെ നമുക്ക് 1/2 എന്ന് എഴുതാം. അതുപോലെ 8ൽ 4 എത്ര ടൈംസ് പോകും, 2 ടൈംസ് പോകും. അതുകൊണ്ട് 1/2 എന്നതിനെ മാറ്റി എഴുതാം. അതുപോലെ 10ൽ 5 എത്ര ടൈംസ് പോകും, 2 ടൈംസ് പോകും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെയും മാറ്റി എങ്ങനെ എഴുതാം, 1/2 എന്ന് എഴുതാം. സോ ഈ 3 ഫ്രാക്ഷനും കോമൺ ആയിട്ട് ഒരാളുണ്ട് അല്ലെ? സോ നമുക്ക് എന്ത് പറയാം, ഇത് ഇക്വാലന്റ് ഫ്രാക്ഷൻ ആണെന്ന് പറയാം. അപ്പോ ശരിക്കും പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഫ്രാക്ഷൻ ആണോ തരുന്നത്, ഫോർ എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഇവിടെ തന്നെ ചൂസ് ചെയ്യുന്ന ഫ്രാക്ഷൻ, ഇവിടെ 4/12 എന്നുള്ള ഒരു ഫ്രാക്ഷൻ എടുത്തു എന്ന് വിചാരിച്ചു. 4/12 ഈ ഫ്രാക്ഷൻ ഇക്വാലന്റ് ആയിട്ട് മറ്റൊരു ഫ്രാക്ഷൻ എഴുതാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യമേ ഒരു കാര്യം പറയാം. ഇവിടെ തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ഇക്വാലന്റ് ആയിട്ട് മറ്റൊരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ അതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുക. എന്ത് ചെയ്യുക, ഒന്നുകിൽ അതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റുക. സിംപ്ലസ്റ്റ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ, എടാ ചെറുതാക്കുക, വേറെ ഒന്നുമില്ല. അപ്പൊ 4നെ നേരെ എന്ത് ചെയ്യാം, ഒന്ന് പകുതിയാക്കി നോക്കാം. 4 നേരെ പകുതിയാക്കിയാൽ 2 എന്ന് വരും. അതേപോലെ 12നെ നേരെ പകുതിയാക്കിയാൽ എന്റെ കുട്ടികൾക്ക് എന്ത് വരും, 6 എന്ന് വരും. ഇനിയും എനിക്ക് ഇതിനെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം അല്ലെ? സിംപ്ലസ്റ്റ് ഫോം വെച്ചാൽ ഏറ്റവും ചെറിയ ചിന്ന ഫോമാണ് സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഫോം. ഇപ്പൊ 2നെ നേരെ പകുതിയാക്കിയാൽ 1, പിന്നെ ഇനിയും പകുതിയാക്കിയാൽ 3. അപ്പൊ നമുക്ക് ഇതിനെ 1/3 എന്നുള്ള സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറ്റാം. സോ ഈ 3 ഫ്രാക്ഷനും ഇക്വാലന്റ് ഫ്രാക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ വാല്യൂ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഈ 3 ഫ്രാക്ഷനും മാറുന്നില്ല. ഈ 3 ഫ്രാക്ഷനും ഇക്വാലന്റ് ഫ്രാക്ഷൻ ആണെന്ന് പറയാം. ഇനി ഇതേപോലെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് ആക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്റെ കുട്ടികൾക്ക് എന്ത് ചെയ്യാം, ഇതിലുള്ള ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിലും തന്നിരിക്കുന്ന ഫ്രാക്ഷനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഈക്വൽ നമ്പർ കൊണ്ട്, ഒരേ നമ്പർ കൊണ്ട് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താലും മതി. സോ ഞാൻ ഇതിനെ മുകളില് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയും 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. സോ സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 8/24 എന്ന് കിട്ടും. സോ ഇതൊരു ഇക്വാലന്റ് ഫ്രാക്ഷൻ ആണ്. സോ 4/12 ഇക്വാലന്റ് ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ 8/24 ആണെന്ന് പറയാം. അതേപോലെ നിങ്ങൾ ഇവിടെ ചെയ്ത കാര്യം എന്താണെന്ന് ശ്രദ്ധിക്കുക. തന്നിരിക്കുന്ന ഫ്രാക്ഷൻ ഒരു ഇക്വാലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ ഒന്നുകിൽ എന്ത് ചെയ്യുക, അതിനെ ന്യൂമറേറ്ററെയും ഡിനോമിനേറ്ററെയും ഒരേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഒരേ നമ്പർ കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് നോക്കുക. കണ്ടോ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, സിംപ്ലസ്റ്റ് ഫോമിലേക്ക് മാറുന്നത് അല്ലെ? ഡിവൈഡ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ഒരേ നമ്പർ കൊണ്ട് തന്നെ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നിങ്ങൾ 2 തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഒന്നുകിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നിങ്ങൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഞാൻ 4നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതേപോലെ 12നെ എന്ത് ചെയ്യണം, സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ 4 × 3 എന്ന് പറഞ്ഞാൽ 12 എന്ന് വരും. അതേപോലെ തന്നെ 12 × 3 എന്ന് പറഞ്ഞാൽ 36 എന്ന് വരും. സോ 12/36 എന്ന് പറഞ്ഞാലും ഇതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഒരു ഫ്രാക്ഷൻ ആണ്. സോ ഇക്വാലന്റ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ഭയങ്കര സിമ്പിൾ ആണ്. ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യോട് ചെയ്ത് നോക്കാം. റൈറ്റ് ടു ഇക്വാലന്റ് ഫ്രാക്ഷൻ ഫോർ 2/6. 2/6 ഇക്വാലന്റ് ആയിട്ടുള്ള മറ്റ് 2 ഫ്രാക്ഷൻസ് എഴുതാൻ പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെയിം നമ്പർ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നമ്പർ എടുക്കാം കേട്ടോ. ഏത് നമ്പർ എടുക്കാം, 2 എടുക്കാം, 3 എടുക്കാം, 4 എടുക്കാം, ഏത് നമ്പർ വേണേ എടുക്കാം. സെയിം നമ്പർ ആവണമെന്നേ ഉള്ളൂ. അതേ നമ്പർ കൊണ്ട് മോളും താഴെ മൾട്ടിപ്ലൈ ചെയ്യണമെന്നേ ഉള്ളൂ. സോ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു നമ്പർ പറഞ്ഞു. ഞാനിവിടെ 2 തന്നെ എടുക്കുന്നു. സോ 2 കൊണ്ട് ഞാൻ മോളിൽ മൾട്ടിപ്ലൈ ആണെങ്കിൽ താഴെയും എന്ത് ചെയ്യണം, അതേ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും, 4/12 എന്ന് കിട്ടി. സോ 4/12 2/6 ഇക്വാലന്റ് ആയിട്ടുള്ള മറ്റൊരു ഫ്രാക്ഷൻ ആണ്. നിങ്ങൾക്ക് ഇനി എന്ത് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് മാത്രമല്ല ഡിവൈഡും ചെയ്യാൻ വേണമെങ്കിൽ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഡിവൈഡ് ചെയ്തു. 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടും, 1 എന്ന് കിട്ടും. അതേ നമ്പർ ഉണ്ട്. 2 കൊണ്ട് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ താഴെയും ഡിവൈഡ് ചെയ്യണം.
അപ്പൊ നമുക്ക് എന്ത് വരും ഇവിടെ ആൻസർ ആയിട്ട് 3 എന്ന് വരും. സോ എനിക്കിവിടെ രണ്ട് ഫ്രാക്ഷൻസ് 2/6 ഇക്വാലന്റ് ആയിട്ട് ഞാൻ കണ്ടുപിടിച്ചു. ആരൊക്കെയാ? 1/3 അതുപോലെ തന്നെ 4/12. ഇത് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന, ഭയങ്കര സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഭയങ്കര സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. 5 glasses of juice shared equally among 4 friends, okay, is the same as dash glass of juice shared equally among 8 friends. അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, 5/4 ഈക്വൽ ആയിട്ട് -8 വന്നു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ഫ്രാക്ഷൻസ് തമ്മിൽ ഇക്വാലന്റ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ആള് ഏത് നമ്പർ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ തന്നെ കമന്റ് ബോക്സിൽ പറയാ. സോ ഇതിന്റെ ആൻസർ ആയിട്ട് ഞാനിതാ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആരാണ് ആദ്യം നമ്മൾ കമന്റ് ബോക്സിൽ ആൻസർ പറയുക എന്നുള്ളത് നോക്കിയിട്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ചാപ്റ്റേഴ്സുകളായിട്ട് ഇനി ഞങ്ങൾ ലൈവിൽ വരുന്നതായിരിക്കും. സോ ഒരു ലൈവുകളും അതുപോലെ ഒരു ലൈവ് കണ്ടന്റുകളും നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കുക. നമുക്ക് എന്തായാലും അടുത്ത ലൈവിൽ മീറ്റ് ചെയ്യാം. അതുവരെ ബൈ ബൈ, സീ യു.